എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ കഅബയെ അണിയിക്കുന്ന കിസ്വ. കറുപ്പും സ്വർണ്ണ നിറവുമുള്ള കിസ്വയെക്കുറിച്ച് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു വർഷമെടുത്തിട്ടാണ് പുതിയ കിസ്വയെ കഅബയെ അണിയിക്കാനായി തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ 38 കോടിയിലധികമാണ് പുതിയ കിസ്വ ഉണ്ടാക്കുന്നതിൻ്റെ ചിലവ് വരുന്നത്. ഹജ്ജിന്റെ സമയത്ത് കിസ്വയുടെ താഴ്ഭാഗം വെളുത്ത കോട്ടൺ തുണി കൊണ്ട് മറക്കും. ലക്ഷക്കണക്കിന് ഹാജിമാരെത്തി അത് തൊടുന്നതിലൂടെയുള്ള പരിക്കുകളും കേടുപാടുകളും അണുബാധയും ഒഴിവാക്കാനായിട്ടാണിത്. ഹാജിമാർ മടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ പുതുവർഷം ആരംഭിക്കുകയായി. മുഹറം 1-ന് കിങ് അബ്ദുൽ അസീസ് കോംപ്ലക്സിൽ നിന്നും ഒരു വർഷമെടുത്ത് പണി കഴിപ്പിച്ച കിസ്വ എത്തും. രാജകീയമായാണ് കിസ്വയെ അവിടെ കൊണ്ടുവരുന്നതും കഅബയെ അണിയിക്കുന്നതും. പഴയ കിസ്വയെ മാറ്റി പുതിയ കിസ്വ അണിയിക്കുമ്പോൾ കഅബയുടെ ഭാഗങ്ങൾ ദൃശ്യമാവാതിരിക്കാൻ സൂക്ഷ്മമായാണ് അവർ അത് ചെയ്യുന്നത്. ഇതിനായി ഇലക്ട്രിക് ലിഫ്റ്റിംഗ് സംവിധാനങ്ങളും സ്കഫോൾഡുകളും ഉപയോഗിക്കുന്നു. പിന്നീട് എത്ര വലിയ ആൾക്കൂട്ടം വന്നാലും സൗദിയിലെ ചൂട് കാലാവസ്ഥയിലും കാറ്റിലും പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അതോടൊപ്പം ഒരുപാട് ആളുകൾ വന്നുകൊണ്ടുള്ള അണുബാധയെയും ചെറുത്തു നിൽക്കുന്നുണ്ട് ഈ കഅബ. വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഹാജിമാരും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന മക്കയും കറുത്ത പട്ടിൽ സ്വർണത്തിൻ്റെ തിളക്കത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്. കിസ്വ നിർമ്മിക്കാൻ 760 കിലോ തനത് പട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ 150 കിലോ വെള്ളി നൂലിൽ സ്വർണം പൂശിയ നൂലാണ് ഉപയോഗിക്കുന്നത്. 68 ഖുർആൻ വചനങ്ങൾ 24 കാരറ്റ് സ്വർണം പൂശിയ വെള്ളിയിൽ തുന്നിപ്പിടിപ്പിക്കും. സ്വർണം മാത്രം ഉപയോഗിക്കുമ്പോൾ അതിന് ഉറപ്പ് കുറയും. അതുകൊണ്ടാണ് വെള്ളിയിൽ സ്വർണം പൂശി ഉപയോഗിക്കുന്നത്. പരമ്പരാഗതമായ ഇസ്ലാമിക് എംബ്രോയിഡറിയാണ് കിസ്വയിൽ ചെയ്യുന്നത്. പണി കഴിഞ്ഞു വരുമ്പോൾ 1 മെട്രിക് ടണ്ണിലധികമാവും ഭാരം കിസ്വയ്ക്കുണ്ടാവുക. ചിലവ് വരുന്നത് $4.5 മില്യൺ അധികമാവും. ഇന്ത്യൻ രൂപയിൽ 38 കോടിയിൽ അധികമാവും ചിലവ്. അഴിച്ചെടുക്കുന്ന കിസ്വ ശാസ്ത്രീയമായി വൃത്തിയാക്കിയതിനു ശേഷം 56 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കും. സൗദി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് രാഷ്ട്രത്തലവന്മാർക്കും അംബാസിഡർമാർക്കും മതകേന്ദ്രങ്ങൾക്കും കൂട്ടായ്മയ്ക്കുമായി വിതരണം ചെയ്യും. ഇത് ലഭിക്കുന്നതൊരു വലിയ ബഹുമതിയാണ്. ബാക്കി ഉണ്ടാവുന്ന കിസ്വ ശാസ്ത്രീയമായി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കും. ഇത് മ്യൂസിയങ്ങളിലും ചരിത്ര പ്രദർശനങ്ങളിലുമായി ഉപയോഗിക്കും. ആദ്യത്തെ കിസ്വ ആരാണ് ഉണ്ടാക്കിയതെന്നും അണിയിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും പല അഭിപ്രായങ്ങളുമുണ്ട്. ഓട്ടോമൻ കാലത്തുള്ള കിസ്വ ഇപ്പോഴും നശിക്കാതെ ഉണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമനിൽ നിന്നായിരുന്നു കഅബ മറച്ചിരുന്നത്. എന്നാൽ ഖലീഫയുടെ കാലത്ത് ഈജിപ്തിൽ നിന്നും ഉണ്ടാക്കി മക്കയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മാസങ്ങളെടുത്ത് പട്ടുനൂൽ കറുത്ത ചായത്തിൽ മുക്കിയെടുക്കുന്നു. പിന്നീട് അത് തുന്നി എടുക്കുന്നു. ഖുർആൻ വചനങ്ങൾ എഴുതി അതിനെ മനോഹരമാക്കി കഅബയിൽ അണിയിക്കാൻ കൂറ്റൻ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹജ്ജ്, ഉംറ എന്നെല്ലാം ഓർക്കുമ്പോൾ തന്നെ കഅബയുടെ രൂപമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കഅബയ്ക്ക് കേന്ദ്രസ്ഥാനമാണ് ഉള്ളത്. അത്ര പരിഭാവനമായി നാം കാണുന്നതാണ് കഅബയെ. അതുകൊണ്ടാണ് അത്ര വലിയ പരിഗണനയും പ്രയത്നവും കിസ്വക്ക് നാം കൊടുക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കണേ.